കലക്കി വെച്ച മഞ്ഞക്കൂവയുടെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ ഒഴിച്ച് വേറൊരു ടാങ്കിലേക്ക് നമ്മൾ വെക്കുന്ന കേട്ടോ, വേറെ കന്നാസിലേക്ക് വെക്കുന്നതാണ്. ഈ ബക്കറ്റിൻ്റെ അടിവശത്താണ് അത് ഊറി കൂടിയേക്കുന്നത്. ഇപ്പോൾ ഒഴിച്ച് വെച്ചേക്കുന്നതിനകത്തുകൊണ്ട് അത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് ഊറാനായിട്ട് വെക്കുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ബക്കറ്റിൻ്റെ അടിയിൽ കണ്ടോ കനത്തിന് പിടിച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മൾ ഒരു 5-6 പ്രാവശ്യം കൂടെ നമ്മളിത് വെള്ളം ഒഴിച്ച് കലക്കി ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കട്ട് മാറുന്നോടം വരെയും നമ്മളങ്ങനെ ചെയ്യണം. നല്ല ഉറച്ചിരിക്കുന്നത്, നല്ല ശക്തിയായിട്ടാണ് ഉറച്ചിരിക്കുന്നത്. നമ്മളത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമ്മളത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. ഇത് മഞ്ഞക്കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ അത്രയും ഔഷധ ഗുണമുള്ള ഒരു പൊടിയാണ്. അത് നമുക്ക് കുറേയധികം പ്രോസസ്സ് പരിപാടികളുണ്ട് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ശരിക്കും ഇതെങ്ങനെയാണ് ഈ രീതിയിലാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2-ാമത്തെ ദിവസം